ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്താൽ, അതായത് മണിക്കൂർ കണക്ക് നിന്ന് ചെയ്യുന്ന പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സും അതുപോലെ നല്ല റെസിപ്പീസും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിവിടെ ബീഫ് കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഒരു 5 വിസിലൊക്കെ വന്ന് അതിൻ്റെ സ്റ്റീം മുഴുവൻ പോയതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് അതിലുള്ള വെള്ളം മുഴുവൻ മാറ്റിയിട്ട് ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വെള്ളം ഇല്ലാതെ തന്നെ ചെറിയ മിക്സിയുടെ കപ്പ് ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ജസ്റ്റ് കുറേശ്ശെ ഇട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് പൊടിയാക്കി എടുത്തതിന് ശേഷം നമ്മളിനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ഞാൻ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പൊടികൾ മാത്രമാണ് അതിലേക്ക് ഇടുന്നത്. ആദ്യം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ബീഫ് ഉലർത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, മീറ്റ് ഉലർത്ത്, ആ ഒരു മസാലപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഈ ഒരു എണ്ണയിലിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ചെറിയ ചൂടിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, ബീഫ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഹൈ ആക്കി തന്നെ വെക്കുകയും ചെയ്യുക. അതുപോലെ എണ്ണ ആവശ്യമനുസരിച്ച് നമ്മൾ കുറച്ച് എണ്ണ ഇതിലേക്ക് ആദ്യം തന്നെ നല്ലോണം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ആക്കുമ്പോഴേക്കും ഇത് നല്ലോണം ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. സാധാരണ നമ്മൾ ബീഫ് ചെയ്യുന്നതിനേക്കാളും ബീഫിന് ഒന്നും അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. ഇല്ല നമ്മളിതുകൊണ്ട് നമ്മൾ വല്ല സമോസ ഉണ്ടാക്കാനോ അതിന് ഫില്ലിംഗ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും, അതുപോലെ നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് മസാലയാണ് നമ്മൾ അതിനകത്തേക്ക് ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ബീഫ് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വെള്ളക്കടല കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളക്കടല നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതിനകത്ത് മുട്ടയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു വലിയൊരു ഗ്ലാസ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് കടല ബാക്കിയുള്ളത് ഫുള്ളായി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എക്സ്ട്രാ ഗ്യാസ് ചിലവാക്കിയിട്ട് പുഴുങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുക്കറിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ മൂടി വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചെറിയൊരു കുഞ്ഞ് അടപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്താൽ മതി. അതായത് ഈ ഗ്ലാസ്സിനൊന്ന് മൂടി കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നോർമലായിട്ട് എത്രയാണോ വിസിൽ വരുത്തി നമ്മൾ ഈ കടല വേവിക്കുന്നത് ആ ഒരു ഇതിൽ നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടല വേകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മുട്ടയും നമുക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒത്തിരി ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു മാസം നിൽക്കുന്ന ഗ്യാസൊക്കെ നമുക്ക് ഒരു 1.5 മാസം വരെയൊക്കെ നമുക്ക് അതിനെ കൊണ്ടുപോകാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു ഒരു പാക്കറ്റോളം തന്നെ ഞാൻ ഉലുവയുണ്ടല്ലോ, ഉലുവ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ടൊക്കെ നമ്മൾ ഒന്ന് തട്ടിക്കുടഞ്ഞൊക്കെ എടുത്തിട്ട് നമ്മൾ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ പ്രാണികളൊന്നും വരില്ല കേട്ടോ. ഉലുവ മാത്രമല്ല, ജീരകം ആണെന്നുണ്ടെങ്കിലും പെരിഞ്ജീരകം ആണെന്നുണ്ടെങ്കിലും കടുകാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ തട്ടിക്കുടഞ്ഞെടുത്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായി തന്നെ ഇരിക്കും കേട്ടോ. നമുക്ക് കഴുകണമെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് ഉണക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കഴുകിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അത് ഞാൻ കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലത്തെ ഒരു ഗ്രൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പൊടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ഉലുവയൊക്കെ നമുക്ക് സാധാരണ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ മിക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക്
എന്ത് ഡ്രൈ ആയിട്ടുള്ള നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നിട്ട് പൊടിച്ചതിന് ശേഷം നമ്മളതുപോലെ ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് പൊടിച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ അതിൽ കുറേ കൂടെ നമുക്ക് അരയാനുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പൊടികളെല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആ ബാക്കിയുള്ളത് ഫുള്ളായി തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. എപ്പോഴും നമ്മൾ അരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൽ കുറേ കട്ടയും ഇതൊക്കെ പീസൊക്കെ കിടക്കും. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഇതാ നല്ല പോലെ തന്നെ നമുക്ക് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിനെ മുഴുവനായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബോക്സിലോ കുപ്പിയിലോ എന്തെങ്കിലും ആക്കി നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്കിത് ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ ഹെയർ പാക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളിത് ശരിക്കും പച്ചയ്ക്ക് തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയിരിക്കുക, നമ്മളല്ലാണ്ട് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കിയൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു കുപ്പിയിൽ ഞാൻ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ആവശ്യമനുസരിച്ച് നമുക്ക് ഫേസ് പാക്കിന് ആവശ്യമനുസരിച്ച് നമ്മൾ കുറച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് തൈര് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം കേട്ടോ. തൈര് ചേർത്തില്ല ഇല്ലെങ്കിലും പാല് ചേർക്കാം. അതായത് പച്ചപ്പാൽ, നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ കാച്ചി എടുക്കുന്നതിന് മുമ്പ് തന്നെ പച്ചപ്പാൽ നമ്മളിതിലേക്ക് കുറച്ച് നന്നായി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് ആ വെള്ളത്തിന് അബ്സോർവ് ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് ഒലിവയാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് നമുക്ക് ലൂസ് ആകുമ്പോഴേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്കതിന് ഈ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് വല്ല രോമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും, അതുപോലെ നല്ല ക്ലീൻ ആവാനും, ഫേസ് നല്ല ഗ്ലോ ആവാനും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് നല്ല രീതിയിൽ തന്നെ ഗ്ലോ ആവും കേട്ടോ. ഫേഷ്യൽ ചെയ്ത പോലെ നമുക്ക് ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പാക്കും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഒരു ബൗളിൽ ഞാൻ ഇതുപോലെ കുറച്ച് ഒരു നല്ലോണം ഒരു ടേബിൾ സ്പൂണോളം ഉലുവയിട്ടിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ബൗളിലേക്ക് ഫുള്ളായി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് തലേന്നത്തെ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ല യൂസ് ആയിരിക്കുക. ഇതിപ്പോൾ തലേന്നത്തെ അല്ല, ഇതിപ്പോൾ രാവിലത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് ഇത് എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോരാ, തലേന്നത്തെ ആകുമ്പോൾ നല്ലോണം കഞ്ഞിവെള്ളം പുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പാല് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ ഫേസിൽ അപ്ലൈ ചെയ്യാൻ, അതിലും ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ, തലേന്നത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഫേസിന് എപ്പോഴും കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് കേട്ടോ. ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനാണ്. അപ്പോൾ തലയിൽ താരം പോകാനും മുടിക്ക് നല്ല തണുപ്പ് കിട്ടാനും അതുപോലെ മുടി നല്ലോണം വളരാനും ഒക്കെ നമുക്കിത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു തവിയോളം തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മൈദയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈ കഞ്ഞിവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തിട്ട്, ഇപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ. നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഒരുപാട് പഴകി കഴിഞ്ഞാൽ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ എണ്ണ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരിപ്പൊടി ആയതേരം പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മളിത് ഈ രണ്ട് ബോളാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് പരത്തി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള എന്ത് ടാബ്ലറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ പാരസെറ്റമോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും 1-2 ഒക്കെ ഉണ്ടാവാറുണ്ട്. ഏത് ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിന് ഞാനിതുപോലൊന്ന് ഒരു പേപ്പറിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായി ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടും. അപ്പം ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത്, അതായത് ഈ ഒരു സോപ്പ് പൊടി ഉണ്ടല്ലോ, നമ്മൾ ഏത് സോപ്പ് പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സോപ്പ് പൊടി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു 2 അരിപ്പൊടിയുടെ ബോളുണ്ടല്ലോ അതിനിതുപോലെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പൊടി നമ്മൾ നന്നായി ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ഇത് രണ്ട് ബോളെ നമ്മൾ ആക്കിയിട്ടുള്ളൂ. ഈ 2 ബോളിലേക്കും ഈ ഒരു പൊടി ഫുള്ളാക്കിയിട്ട് നന്നായി ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ആക്കുമ്പോൾ ശരിക്കും നല്ലപോലെ തന്നെ നമുക്ക് ബോളാക്കി എടുക്കാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ ബോളുകളാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കട്ടെ. അപ്പോൾ മാക്സിമം ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും ഒക്കെ ഇരിക്കുന്ന രീതിയിൽ, പാരസെറ്റമോളിൻ്റെ പൊടിയൊക്കെ ഇരിക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണോ എലിയുടെ ശല്യം ഉള്ളത് അവിടെ നമ്മളിത് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എലിക്ക് പരവശമായിട്ട് ആ പരിസരത്ത് നിന്ന് തന്നെ ഓടിക്കോളൂ കേട്ടോ. നമുക്ക് എലിയും പെരിച്ചാഴിയുടെയും ശല്യം ഒഴിവാക്കാനായിട്ട് വളരെ നല്ലൊരു ടിപ്പാണ് ഇത്. അപ്പോൾ അതിൽ നമുക്ക് എണ്ണയുടെ ഈ ചിക്കൻ വറുത്ത എണ്ണയുടെ മണവും അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും അത് വന്നിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളിതുപോലെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു പാരസെറ്റമോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഗുളിക കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നന്നായി അലിഞ്ഞ് ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടിച്ചിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് നമ്മൾക്ക് വീട്ടിൽ പാറ്റ പല്ലിയുടെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിലായിരിക്കും കൂടുതലായിട്ട് വരിക. ആ സ്ഥലത്ത് നമ്മൾ ഈ ഒരു പ്ലേറ്റിൽ ഈ വെള്ളം രാത്രി സമയത്ത് കിടക്കാൻ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അതിലെല്ലാം പാറ്റ വന്ന് പെട്ടിട്ട് ചത്ത് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ കഞ്ഞിവെള്ളത്തിലൊക്കെ അധികവും പാറ്റ വന്ന് കിടക്കാറുണ്ട്. കാരണം അവർക്ക് ആ ഒരു സ്മെല്ലും ഇഷ്ടമായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ആക്കിയിരിക്കുമ്പോൾ അതിൽ പാറ്റ വന്ന് കിടക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം വന്ന് കുടിക്കുമ്പോൾ ആ പാറ്റകളും പല്ലികളും ഒക്കെ ചത്തുപോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.